ഗൈസ് വെൽക്കം ടു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ ഇത്തീരത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, ഇത്തീരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് ഏകദേശം 105 റേഞ്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വോളറ്റൈൽ റീടെസ്റ്റ് ഒരു 102 വരെയെങ്കിലും മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നോർമൽ സിറ്റുവേഷനാണ്. മിനിമം 98 അല്ലെങ്കിൽ 100K വരെ പോകുന്നത് വരെ നോർമലാണ് എന്നുള്ളത് എപ്പോഴും ബോധത്തിൽ വേണം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇത്തീരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ബ്ലാക്ക് റോക്ക് ഇങ്ങനെ നിരന്തരം ഇന്നും നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ട്രാക്കർ ETF അതിൻ്റെ ട്രാക്കറും കൂടി IBTI ബ്ലാക്ക് റോക്കിൻ്റെ തന്നെ ETF ട്രാക്കറും കൂടി ബിറ്റ്കോയിൻ ETF ട്രാക്കറും അതേപോലെ തന്നെ എത്തീരത്തിൻ്റെ ട്രാക്കറൊക്കെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നും ഒരു 10K എത്തീരം വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് ബ്ലാക്ക് റോക്ക് ഇങ്ങനെ എത്തീരം വാങ്ങുന്നത്? ആരാണ് ബ്ലാക്ക് റോക്ക് എന്നുള്ള ചോദ്യം നമ്മളുള്ളിലുണ്ട്. ഇപ്പോൾ 1980s സ്ഥാപിച്ച ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു ഫണ്ടിങ് കമ്പനിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ആപ്പിള്, നമ്മൾ വിചാരിക്കുന്ന വേൾഡിലെ എല്ലാ മേജർ സ്റ്റോക്കിലും ഇവർക്ക് ഫണ്ടഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്കൊക്കെ ഗെയിൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ പറയുന്ന ബ്ലാക്ക് റോക്കിനും ഹ്യൂജ് പ്രോഫിറ്റ് നടക്കുന്നുണ്ട്. ഗവൺമെൻറ്, ഈ പറയുന്ന സോഷ്യൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ നാട്ടിൽ നടക്കുന്ന എല്ലാ വൻകിട പരിപാടിയിലും, വേൾഡിൽ നടക്കുന്ന എല്ലാ വൻകിട പരിപാടിയിലും ഇവർ ഫണ്ടഡ് ആണ്. ഇവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റബിൾ വരുന്നുണ്ട്. അപ്പോൾ എന്നാണ് ഈ ബ്ലാക്ക് റോക്ക് നമ്മുടെ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഇത്രയധികം നമുക്ക് ഇപ്പോൾ 2023 അവർ ആദ്യമായിട്ട് ETF ഫയൽ സ്റ്റാർട്ട് ചെയ്തതും 2024 അവർ ETF ഫയൽ അപ്രൂവ് ചെയ്യുന്നതോട് കൂടിയാണ് ഈ IBT എന്ന് പറയുന്ന ക്രിപ്റ്റോ ഫീൽഡിലേക്കും കൂടി ഇവർ വന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ഫീൽഡിലും എല്ലാ സ്റ്റോക്കിലും ഇവർ മെയിനായിട്ട് ഉണ്ടാവുമ്പോൾ അവർ ക്രിപ്റ്റോ ഫീൽഡിലൂടെ വന്നതെന്ന് പറഞ്ഞാൽ ജാനുവരി സമയത്താണ്. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുൾ സൈക്കിളിൻ്റെ ആ ഒരു പുഷ് നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റ് കിട്ടിയത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ETF ഒരുപാട് പെൻഷൻ ഹോൾഡേഴ്സ്, നമ്മൾ ഈ പറയുന്ന നോർമലായിട്ട് സ്റ്റോക്ക് ബയേഴ്സൊക്കെ ഈ പറയുന്ന ഈ ബ്ലാക്ക് റോക്കിൻ്റെ ഈ പറയുന്ന ETF നമ്മുടെ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 3 ലാക്കോളം മിനിമം 3 ലാക്കോളം BTC തന്നെ അവർ തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് BTC, എത്രയോ ബില്യൺ എമൗണ്ട് ഓഫ് BTC, എത്രയോ ബില്യൺ ഓഫ് ഇത്തീരിയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവർ ഇത്തീരിയം ഇങ്ങനെ ഫണ്ടഡായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരമുള്ളൊരു കമ്പനി ഈ വേൾഡിലെ പലയിടത്തും ഈ പറയുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനി ബിറ്റ്കോയിനും ഇത്തീരിയം ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയാണ്. ഈവൻ നമ്മുടെ കോയിൻ ബേസിലെ അതിലും അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഈടായിട്ട് കുറേ അധികം ക്രിപ്റ്റോ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിറ്റ്കോയിനും ഇത്തീരത്തിലും കുറേ അധികം നമുക്ക് ആ ഒരു മോട്ടീവ് വരാൻ കാരണം കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അതിന് മുമ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ സംസാരിക്കുന്ന സമയത്ത് ടെസ്ല അല്ലെങ്കിൽ 1-2 ഗവൺമെൻറ്റാണ് ഈ പറയുന്ന ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ മൈക്രോ സ്ട്രാറ്റജി, നമ്മുടെ ഈ മൈക്രോ സ്ട്രാറ്റജിയിൽ പോലും മാര എന്ന് പറയുന്ന നമ്മുടെ ഈ ബിറ്റ്കോയിൻ മൈനിങ് കമ്പനി ഉണ്ടല്ലോ, അതിലിവർക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഈ പറയുന്ന മൈക്രോ സ്ട്രാറ്റജിയിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈയിടെയായിട്ട് കുറേ ഗ്രേ സ്കെയിൽ ആയാലും മൈക്രോ സ്ട്രാറ്റജി ആയാലും പല കമ്പനീസും ഈ പറയുന്ന ഈ ബിറ്റ്കോയിനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഈ സൂചനകൾ ഈ പറയുന്ന ബ്ലാക്ക് റോക്കിനും വലിയധികം റോളുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് റോക്ക് ഇത്രയധികം ഇത്തീരം ബൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും ഒരു പ്ലാൻ അപ്പ് ചെയ്തിട്ടുണ്ടാവും, അവർ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെക്കുന്നുണ്ടാവും. അവർ ഈ ബിറ്റ്കോയിൻ വാങ്ങുന്നതിലും ഒരു വലിയ ലക്ഷ്യമുണ്ട്. അവർ പല ഏരിയയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഹ്യൂജ്. ഇപ്പോൾ പല ആൾക്കാരും ഇതൊരു ഇലുമിനാറ്റിയാണ് വേർഷൻ തന്നെ പറയുന്നുണ്ട്. കാരണം അത്രയധികം വേൾഡിൽ ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളും അത് ട്രാക്ക് ചെയ്യുന്നതും നമ്മളതിന് ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ല. കാരണം ഇത്തരം വലിയ വലിയ ടീംസ് ഇപ്പം ചില ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയാണ്. ചില വലിയ ബിഗ് വെയിൽസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷ വേണം. ഇപ്പോൾ ഇന്ന് തന്നെ XRPയിൽ തന്നെ ഒരു ചൈനീസ് കമ്പനി ഞങ്ങൾക്കൊന്ന് വീബസ് എന്ന് തോന്നുന്നുണ്ട്. അതും ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവർ ഒരു സെറ്റ് ഓഫ് ETF ആയാലും ഒരു ബോണ്ട് പറയുന്ന പോലെ XRP ബേസ്ഡ് ഒരു ട്രഷറി ബോണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ XRPക്കും ഈ പറയുന്ന വലിയ വലിയ കമ്പനീസ് ഒരു പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കണമെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നൊരു മെയിനായിട്ട് കാണുന്നുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളിടുന്ന പോലെ 1000-500 അല്ല അവർ പ്ലാൻ ചെയ്തത്. അവരിടുന്നതെന്ന് പറഞ്ഞാൽ കോടികളും അല്ലെങ്കിൽ ബില്യൺസ് എമൗണ്ട് ആണെന്നുള്ളതും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വലിയ എമൗണ്ട് ഓഫ് പേ ചെയ്തിട്ട് ഒരു വലിയ റിയൽ അനലൈസറിനെ വെച്ചിട്ട് അവർക്ക് ഈ പറയുന്ന മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഈ പറയുന്ന 102, 98, 100K എന്നുള്ള ഏരിയകളിലൊന്നും നമ്മൾ ഇത് ചെയ്ത് പോകരുത്. നമുക്കറിയാം നമ്മുടെ പലരുടെയും ഹോൾഡിങ്സ് പലതും ഇപ്പോൾ ഈ പറയുന്ന ഇത്തീരിയും ബിറ്റ്കോയിനൊന്നും ആയിരിക്കില്ല. നമ്മുടെ പലരുടെയും ഹോൾഡിങ്സ് ഒക്കെ ഈ പറയുന്ന ആൾട്ട് കോയിനൊക്കെയാണ്. അപ്പോൾ അതിലും ഈ പറയുന്ന ഈ എത്തീരിയം എന്ന് പറയുന്ന കോയിനിലേക്ക് ഫണ്ട് വരുമ്പോൾ ഈ BTC എന്ന് പറയുന്നത് സ്ട്രോങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പറയുന്നത് എന്ത് ചെയ്യപ്പെടും, ഈ മറ്റു ആൾട്ടിനും കൂടി സ്ട്രോങ് വരും. ഇത്തീരിയം നിങ്ങൾ ചോദിച്ചു ഒരു ഓൾ ടൈം ഹൈ അടിക്കുന്ന സമയത്ത് എന്തായാലും മറ്റു പല ആൾട്ടിനും അതിൻ്റെ ഗുണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഉറപ്പാണ്. ഓക്കെ, ബൈ.